പോവാൻ പഠിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വള്ളംകളി ഇതാ തുടങ്ങാൻ പോകുന്നു. എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടല്ലോ. എന്തിനാ വിഷമിക്കുന്ന? പാവം കടലിലുള്ള മീനെങ്കിലും കഴിക്കട്ടെ. ഓക്കെ ഓക്കെ എങ്കിൽ ശരി. വീട്ടിൽ അമ്മയും അച്ഛനും കൊഴുക്കട്ട ഉണ്ടാക്കാന്ന് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കും കൊഴുക്കട്ട വലിയ ഇഷ്ടാ. ഹായ്, വന്നു. നീ ചോദിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ശരിയാണോ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയി വാങ്ങിച്ചിട്ട് വരാം. അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവാ. നിനക്കിത് വലിയ ഇഷ്ടായതുകൊണ്ടാ ലീന ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞ ഞാനും സഹായിക്കാം അമ്മേ. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോ? ആദ്യം ഇല ഇങ്ങനെ മടക്കണം, എന്നിട്ട് അരിപ്പൊടി ഇതിലിടണം, എന്നിട്ട് വെള്ളം ഒഴിച്ച് കലക്കണം. അത്ര തന്നെ. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി അമ്മേ. കാണാൻ ഈസി ആയിരിക്കും, പക്ഷെ ഉണ്ടാക്കുമ്പോഴേ അറിയൂ. നാളെ എന്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. നീ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ പഠിച്ചു, ഞാൻ ഉണ്ടാക്കിക്കോളൂ. എന്നെ വിശ്വസിക്കമ്മേ. ശരി, ഞാൻ മറ്റു ജോലികൾ നോക്കാം. നീ എല്ലാം ഉണ്ടാക്കി വെക്ക്. ഞാൻ ആകെ ക്ഷീണിച്ചു. നിക്ക്, ഞാനും വരുന്നുണ്ട്. ഹായ് ജെറി, മേരി, സൂസി, എല്ലാരും പുറത്ത് കളിക്കുകയാണല്ലോ. ഞാനും കളിക്കാൻ പോവാ. കൊഴുക്കട്ട ഉണ്ടാക്കി തരാന്ന് നീ നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. എനിക്കിതൊക്കെ ചെയ്ത് വളരെ ബോറടിക്കുന്നു. എനിക്ക് വേണ്ടി നീ ഇതൊക്കെ ഉണ്ടാക്കി വെക്കടാ പ്ലീസ്. നിന്റെ ജോലി നീ തന്നെ ചെയ്യണം ലീനെ. എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് ഒരു കൊഴുക്കട്ട പോലും തരില്ല. ഞാൻ മേരിയുടെ വീട്ടിൽ പോവാ. അവിടെ പോയി ഞാൻ കൊഴുക്കട്ട കഴിക്കല്ലോ. ഇത് വേഗം ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കളിക്കാൻ പോകാമല്ലോടാ. നീ പറയുന്നത് ശരിയാ. അതെ, നീ ജെറിയോടൊപ്പം ടേബിൾ ടെന്നീസ് കളിക്കാൻ നിനക്കത് വലിയ ഇഷ്ടമാണല്ലോ. സോപ്പിട്ടതൊക്കെ മതി, ഞാൻ ഉണ്ടാക്കാം. അക്കുത്തിക്ക് താരം വരുമ്പത്ത് മായ കണ്ണിന്റെ കണ്ണുകൊണ്ടൊരു മായാജാലം. വേഗം വാ, ഞാൻ ഉണ്ടാക്കാം. നമുക്ക് വ്യത്യസ്തമായ ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? ഓ, ചോക്ലേറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കല്ലേ? അയ്യോ, ഇതെന്റെ കയ്യിൽ ഒട്ടിയല്ലോ. എന്നെ തിന്നക്കരുത്, ഞാൻ ഈ ഇലക്കകത്താണ്. എങ്ങനെയെങ്കിലും ഈ ഇലക്കകത്ത് തന്നെ വെളിയിൽ കൊണ്ടുവാ, വെളിയിൽ കൊണ്ടുവാ. നീ എന്തിനാ ലീന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ കളിക്കാൻ പോവാ. എന്ത്? നീ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞെന്നോ? നീ വിഷമിക്കണ്ട മായക്കണ്ണ, ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കാം. പറയുന്ന കേക്ക്. അതിനകത്ത് മായക്കണ്ണനുണ്ട് പീറ്റർ. പീറ്റർ ഇവിടെ കാണുന്നില്ലല്ലോ. ഈ പകുതി വെന്ത കൊഴുക്കട്ട ഇവൻ എവിടുന്നാണോ എടുത്തോണ്ട് വന്നത്? എന്റെ കൊഴുക്കട്ട എവിടെയാ? പീറ്റർ, നീ എന്റെ മായക്കണ്ണനെ തിന്നല്ലേ? മായക്കണ്ണൻ പോയല്ലോ. മുത്തശ്ശി, എനിക്കൊരു കൊഴുക്കട്ട വേണം, തരോ? നിനക്ക് കൊഴുക്കട്ട വലിയ ഇഷ്ടല്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി എടുത്തോ. മായക്കണ്ണ, നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ലീന, ഞാൻ ഇതിനകത്തുണ്ട്. ഇതിനകത്താണോ? എനിക്ക് ഇഷ്ടമുള്ള ഒരു കൊഴുക്കട്ട പോലും ഇല്ല. ലീന, നിനക്കിത് ഇഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട മുത്തശ്ശി, ഞാൻ മായക്കണ്ണനെ അന്വേഷിച്ചു വന്നതാ. എന്താ ലീന, വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ പൊലമ്പുന്നുണ്ടല്ലോ. കൊഴുക്കട്ടയ്ക്കകത്ത് എന്റെ പൂച്ചക്കുഞ്ഞുണ്ട്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അത് മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. അത് പിന്നെ ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. മുത്തശ്ശി, ഞാൻ വീട്ടിലെത്തി. കളിക്കാൻ പോയിട്ട് ഇത്ര വേഗം വരുമെന്ന് ഞാൻ കരുതിയില്ല. കൊഴുക്കട്ട റെഡിയായോ മുത്തശ്ശി? ദാ ഇപ്പൊ ഉണ്ടാക്കി തരാം. ജെറി, എന്നെ രക്ഷിക്കേ. എന്താ ഈ ശബ്ദം? കൊഴുക്കട്ടയ്ക്കകത്തുനിന്നാണല്ലോ വരുന്നത്. ലീനയും ഇതന്നെ പറഞ്ഞത്. കൊഴുക്കട്ടയ്ക്കകത്ത് ആരേലും കയറിയിരിക്കാൻ പറ്റുമോ?
നീ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോയല്ലോ, അതിൽ ജയിച്ചോ അതോ തോറ്റു തൊപ്പിയിട്ടോ? മായക്കണ്ണനില്ലാതെ ഞാൻ ജയിച്ചത് എത്ര വലിയ കാര്യാന്നറിയോ? ആരാ അത് പുതിയതായിട്ട്? മായക്കണ്ണൻ ആരാ? മുത്തശ്ശിക്ക് അറിയില്ല, കുരുമുളകിട്ട് എനിക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കി താ മുത്തശ്ശി. ഇതുപോലൊരു കൊഴക്കട്ട ലോകത്താരും ചോദിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്ന് തീർത്തോട്ടെ, എന്നിട്ട് നീ ചോദിക്കുന്നത് ഉണ്ടാക്കി തരാം. മായക്കണ്ണ, ഇല്ല ലീനെ, നീ വിചാരിക്കും പോലെ പീറ്റർ എന്നെ തിന്നൊന്നുമില്ല. പക്ഷെ ജെറിയുടെ മുത്തശ്ശി എന്നെ വേവിച്ച് ജെറിക്ക് തിന്നാൻ കൊടുത്തേനെ, അറിയോ? ലീന ഉണ്ടാക്കിയ ഐസ്ക്രീം. ഹായ് ഡാർലിംഗ്, സുഖം തന്നെയല്ലേ? ഞാൻ നാട്ടിലെത്തി. ഓ അത് ശരി, ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര കൂളാട്ടോ. ഹൗ, ഇവിടെ വെയില് ഭയങ്കര ശക്തിയാ. ആ, ലീൻ എന്ത് ചെയ്യുന്നു? ഇതാ അച്ഛാ, ഞങ്ങള് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അത് മാത്രമല്ല, അമ്മ ഉണ്ടാക്കിയ ഐസ്ക്രീം കഴിച്ച് കഴിച്ച് ഞാൻ തടിച്ചായി പോയി. നീ ഭയങ്കര മിടിക്കുക. അമ്മയെ ശല്യം ചെയ്യരുത് കേട്ടോ, നന്നായിട്ട് പഠിക്കണേ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, തനിച്ചല്ലേ, ശരീരം സൂക്ഷിക്കണം കേട്ടോ. എന്നെ പറ്റി വിഷമിക്കണ്ട, ഇവിടെ ഒരു കുറവുമില്ല. ഡെയിലി ഫോൺ ചെയ്യണം കേട്ടോ. അമ്മേ, വെതർ റിപ്പോർട്ട് ഇപ്പൊ പറയാൻ പോവാ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയിരിക്കുന്നു. 38 ഡിഗ്രിയിൽ നിന്ന് 48 ഡിഗ്രി വരെ മാറാനുള്ള സാധ്യതയുണ്ട്. എന്ത് 38-ന് 48 ഡിഗ്രി ആവുന്നു? അമ്മേ, ഞാൻ എത്തി. എന്ത് പറ്റി മായക്കണ്ണ? അമ്മ എന്തിനാ കരയുന്നത്? പാവം, നിന്റെ അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് വിഷമിക്കല്ലേ. എന്ത് പറ്റി അച്ഛന്? അച്ഛനെ ഏതോ പുഴു കടിച്ച് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയെന്ന്. പാവം. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, അച്ഛനെ ഡോക്ടർ നോക്കിക്കോളും. അപകടമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പക്ഷെ തനിച്ചാണല്ലോ ഓർക്കുമ്പോഴാണ് എന്റെ വിഷമം. ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നും കഴിച്ച അച്ഛന് വേഗം ഭേദായിക്കോളും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ജോലി വേറെ ആരെങ്കിലും നോക്കിക്കോളും, നിങ്ങൾ പോവണ്ടെന്ന്. പക്ഷെ കേക്കണ്ടേ? മൂത്തവരിങ്ങനെ കരഞ്ഞ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? അമ്മ ഇതുപോലെ വിഷമിച്ച് കരഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. പാവം. നിന്റെ അച്ഛൻ ഇവിടുന്ന് നാട്ടിൽ പോയപ്പോ തൊട്ട് കരയാൻ തുടങ്ങിയതാ. പക്ഷെ വീട്ടിലാണെങ്കിൽ രണ്ടുപേർക്കും വഴക്കിടാനേ സമയമുള്ളൂ. അച്ഛൻ ഇപ്പോഴെന്താ ചെയ്യുന്നെന്ന് നോക്കി പറയാൻ പറ്റുമോ മായക്കണ്ണ? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ അമ്മ ഐസ്ക്രീം ഉണ്ടാക്കി തരില്ലല്ലോ. നീ ആള് കൊള്ളാലോ. അച്ഛൻ അവിടെ വിഷമിക്കുമ്പോഴാ നിനക്ക് ഐസ്ക്രീമിന്റെ ഓർമ്മയല്ലേ? നീ എന്നെ തെറ്റിദ്ധരിച്ച്, നീ എന്നോട് ഇനി മിണ്ടണ്ട. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവിടെ അച്ഛന് സുഖമില്ല, അമ്മയാണെങ്കിൽ ഇവിടെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അമ്മയെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാലോ? അപ്പൊ എല്ലാം ശരിയായിക്കോളും. അമ്മയും പോയി കഴിഞ്ഞാ പിന്നെ ഐസ്ക്രീം ആരാ ഉണ്ടാക്കുന്ന? അതിനെപ്പറ്റി നീ ഓർത്തു മായക്കണ്ണ? അത് ശരിയാ, എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. ഈ പ്രശ്നം നമ്മൾ രണ്ടുപേരും ചേർന്ന് പരിഹരിക്കണം. ആ ശരി ലീനെ, അങ്ങനെ തന്നെ ചെയ്യാ. അക്കുത്തിക്ക് താന വരുമ്പത്ത് മായക്കണ്ണന്റെ കണ്ണുകൊണ്ടൊരു മായാജാലം. കൊഴപ്പില്ല, നിങ്ങളുടെ അസുഖം കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ബട്ടൺ അമുക്കിയാ മതി, ഉടനെ ഞാൻ എത്തിക്കോളാം. ഇപ്പോഴല്ലേ പുറത്തേക്ക് പോയത്, ഉടനെ വിളിച്ചല്ലോ, എന്താ കാര്യം? സിസ്റ്റർ, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചു തരാവോ?
പാവ എന്റെ അച്ഛൻ. പൂച്ചയായി മാറട്ടെ. അച്ഛൻ ഐസ്ക്രീം ഇഷ്ടമേ അല്ല, പക്ഷെ ഇപ്പൊ വേണോന്ന് പറയുന്നല്ലേ, എന്താ ചെയ്യാ? നാളെ നമ്മൾ ഐസ്ക്രീം എടുത്തോണ്ട് പോയാലോ എന്ന് ആലോചിക്കാം. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ മായക്കണ്ണ. ഞാൻ റെഡിയാണ് മായക്കണ്ണ. അക്ക് തിക്ക് താല് വരമ്പത്ത് മായക്കണ്ണന്റെ കണ്ണ് കണ്ണുകൊണ്ടൊരു മായാജാലം. നീ പൂച്ചയെക്കാളും ഇങ്ങനെ കാണാനോ രസം. നല്ല രസമുണ്ടല്ലേ? ഭയങ്കര മഴയാണല്ലോ. എനിക്ക് തണുക്കുന്നു, എന്തെങ്കിലും ചെയ്യടാ. നമുക്ക് മഴ പോകുന്നവരെ എവിടെയെങ്കിലും പോയിരിക്കാം. എന്തൊരു വെയിലാ. അതിശയായിട്ട് അച്ഛൻ ഐസ്ക്രീം ചോദിച്ചു, പക്ഷെ ഇത് ഉരുകി പോകുന്നല്ലോ. പെട്ടെന്ന് മഴ പെയ്യുകയും വെയിലടിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴെന്താ ചെയ്യാന്നറിയില്ലല്ലോ. ലീനെ, ഈ ഐസ്ക്രീം ഉരുകി തീരുന്നതിനുള്ളിൽ ഞാനെങ്കിലും കഴിച്ചോട്ടെ. പറ്റില്ല, ഇത് അച്ഛനുള്ളതാ. കുറച്ച് തന്നാൽ എനക്ക് എന്താടി പറ്റുക? പറ്റില്ല. ഈ മരത്തിൽ ഇത്രയും വലിയ തുളയുണ്ടല്ലോ മായക്കണ്ണ, നീ വല്ലതും ചെയ്തോ? ഇത് ഞാൻ ചെയ്തതല്ല, ഏതെങ്കിലും മരം കൊത്തി ഉണ്ടാക്കിയതായിരിക്കും. ഏതായാലും ഇത് കണ്ടത് നന്നായി. അതെ അതെ, എന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ. എന്ത് ചെയ്യാ ഇവിടെ? പറയുന്ന കേക്ക്, ഇവിടെ ഒന്നും നിക്കരുത്. എന്റെ അച്ഛന് വേണ്ടി ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഞാനാ കൊണ്ടുവന്നെന്ന് പറയരുത് കേട്ടോ. ഐസ്ക്രീം ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു, കൊണ്ടുവന്നത് നന്നായി. ഇതുപോലൊരു ഐസ്ക്രീം ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ? എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ഉണ്ടാക്കണം. ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും എവിടെ പോയിരുന്നു? നിങ്ങളെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? ഡാർലിംഗ്, ഞാൻ എത്തി. നിങ്ങളെ കണ്ടതിന് ശേഷം എനിക്ക് സമാധാനായത്. വായി ഇരിക്കുന്നേ. നീ എനിക്ക് ഐസ്ക്രീം തന്നിട്ട് പോയ കാര്യം സിസ്റ്റർ എന്നോട് പറഞ്ഞില്ല. ഇതുപോലൊരു ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നീയും കേട്ട് നീ ഉണ്ടാക്കാൻ പഠിച്ചോ? നമ്മുടെ ബിസിനസിന് അത് ഹെൽപ്പ് ആയിരിക്കും. എനിക്ക് സ്പെഷ്യൽ ഐസ്ക്രീം തരുമോ ആന്റി? എല്ലാം വിറ്റഴിഞ്ഞു പോയല്ലോ. നീ നാളെ വാ, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഇതാ, ഇതിന് നീ കാശ് തരണ്ട, എടുത്തോ. ഓ താങ്ക്സ്. നിങ്ങളുടെ ലീന, അമ്മ എണീപ്പിക്കുന്നവരെ ഒരു 5 മിനിറ്റൂടെ വന്ന് കിടന്നുറങ്ങട്ടെ. ലീനെ വേഗം എണ്ണീക്ക്, സമയായി. വേഗം എണ്ണീക്ക് മോളെ. കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ അമ്മേ. അതിശയം തന്നെ, അമ്മ ഇനി എണീപ്പിച്ചില്ലല്ലോ. നീ ഇന്ന് സ്കൂളിലേക്ക് വരണ്ട. പേടിച്ചു പോയി ലേറ്റ് ആയതിന് വഴക്കു പറഞ്ഞല്ലോ. ഇതൊക്കെ സ്വപ്നമായിരുന്നു. അയ്യോ, ഞാൻ ഇന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോ ലേറ്റ് ആവും. ഞാൻ എണ്ണിക്കില്ലെന്ന് അറിഞ്ഞിട്ട് അമ്മ എന്താ എന്നെ എണീപ്പിക്കാൻ വരാഞ്ഞേ? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? നല്ല ചൂടുണ്ടല്ലോ അമ്മേ, പനിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇന്ന് ഒട്ടും സുഖമില്ല എന്റെ ലീനെ. അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിലിരുന്നോളാം. നീ സ്കൂളിൽ പോയിക്കോ, ഞാൻ ഡോക്ടറെ വിളിച്ചോളാം. ഞാൻ സ്കൂളിൽ പോവാ അമ്മേ, സൂക്ഷിക്കണം കേട്ടോ.
അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് വിഷമോ. എല്ലാവർക്കും സുഖമില്ലാതാവില്ലേ? എനിക്കറിയാം, അച്ഛനും വീട്ടിലില്ല, അമ്മ ഒറ്റയ്ക്കാ, പാവം. ഇതുപോലുള്ള സമയത്താ നീ അമ്മയുടെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കണ്ടേ. അതെങ്ങനെയാ സാധിക്കാം? എന്റെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ നീയും ചെയ്യേ. പാചകം ചെയ്യണോ? എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം, എങ്കിലേ അവർക്ക് അസുഖം ഭേദമാവൂ. മായക്കണ്ണ, അമ്മയ്ക്ക് അസുഖമാണെന്ന് ഞാൻ മേരിയോട് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവള് പറഞ്ഞു. നമുക്ക് ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നാലോ? നമ്മള് തന്നെ പാചകം ചെയ്ത് കൊടുക്കണമെന്നാടാ പറഞ്ഞത്. എനിക്ക് ഐസ്ക്രീം വേണം. എങ്കിൽ നീ സഹായിക്കേ. ഇത് ശരിയല്ല. ആദ്യം നമുക്ക് നിന്റെ അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന് കണ്ടുപിടിക്കണം. അമ്മയ്ക്ക് എന്താ ഇഷ്ടമാവോന്ന് അറിയില്ലല്ലോ. ശരി, നീ വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിക്കാം. ആക്കുത്തിക്കുത്താന വരുമ്പത്തെ മായക്കണ്ണിന്റെ കണ്ണ്, കണ്ണുകൊണ്ടൊരു മായാജാലം. അമ്മയ്ക്ക് മീനിന്റെ തലയെ ഇഷ്ടമെന്ന് തോന്നുന്നു. എങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായ മീൻ തന്നെ ഉണ്ടാക്കാം. ആ, അതിരിക്കട്ടെ, നിനക്ക് മീൻ ഉണ്ടാക്കാൻ അറിയോ ലീന്? ബുക്കില് വായിച്ചു നോക്കി 10 മിനിറ്റ് വേവിക്കണമെന്ന് അതിലെഴുതി. ഇനിയും 2 മിനിറ്റിനുള്ളിൽ അത് റെഡിയാവുമെന്ന് തോന്നുന്നു. അടുക്കളയിൽ നീ ചെയ്തു വെച്ചിരിക്കുന്നതെങ്ങാനും അമ്മ കണ്ടാ ദേഷ്യപ്പെടും. പാചകം കഴിഞ്ഞത് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കും. മീൻ വന്നോന്ന് നോക്കിക്കേ. നല്ല മണം വരുന്നുണ്ട്. ആ, മീൻ വെന്തതിന് ശേഷം ഇത്രയും വലുതായി പോയല്ലോ. നീയല്ലേ ഒരുപാട് ഇട്ടത്. നിറയെ കഴിച്ച അമ്മയ്ക്ക് വേഗം ഭേദമാവുമെന്ന് കരുതി. അമ്മയ്ക്ക് കഴിക്കാൻ ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അമ്മേ. നല്ല മണം വരുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള മീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കുട്ടി. ബുക്ക് നോക്കി ഉണ്ടാക്കിയതാ. ടേസ്റ്റ് നന്നായിട്ടുണ്ടോ? നീ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിന് നല്ല രുചിയുണ്ട്. പറഞ്ഞറിയിക്കാൻ വാർത്തയില്ല. ഇനിയും ധാരാളം ഉണ്ട്, കൊണ്ടുവരട്ടെ? ഇനിയുണ്ടോ മോളെ? ആ, 5 മീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 5 മീനോ? ആര് കഴിക്കാനാ? അമ്മയ്ക്ക് ഇഷ്ടാവല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയേ. എന്റെ പൊന്നു മോള്. അമ്മയുടെ അസുഖം ഭേദമായിക്കോളും. അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ മീൻ ഇഷ്ടമായി. അമ്മയ്ക്ക് വേഗം അസുഖം ഭേദമാവും. എടാ മായക്കണ്ണ, ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് 2 പേർക്കും കൂടെ തിന്ന് തീർക്കാം. ഇത് കൊള്ളത്തില്ലല്ലോ. എനിക്കറിയാം, അതാ ഞാൻ തൊട്ടുപോലും നോക്കാഞ്ഞത്. നീ കഴിച്ചോ, ഞാൻ പോവാ. ഇന്നലെ എനിക്ക് എന്ത് ജോലിയായിരുന്നോ. മീൻ വാങ്ങി, പാചകം ചെയ്ത്, അടുക്കള മുഴുവൻ വൃത്തിയേടാക്കി. പാവം അമ്മയാ എല്ലാം വൃത്തിയാക്കിയത്. എന്റെ അമ്മയെ അതാ ചെയ്തത്. അമ്മമാരൊക്കെ പാവല്ലേ. ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ഭേദമുണ്ട്. ഇന്ന് രാവിലെ അമ്മയെ എന്നെ എണ്ണിപ്പിച്ചു വിട്ടത്. നീ എന്താ പറഞ്ഞത് ലീന്? ലീനയുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. ഇവളാ പാചകമൊക്കെ ഉണ്ടാക്കി കൊടുത്തോന്ന്. എന്റെ അമ്മയ്ക്ക് മീൻ വലിയ ഇഷ്ടാ. ദേ നോക്കി ലീനെ, എല്ലാ അമ്മമാർക്കും മീൻ വലിയ ഇഷ്ടാ. അത് മാത്രല്ല, മീനകത്ത് മുള്ളുള്ളത് കൊണ്ട് അതൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് തരൂ. ഓ, എന്റെ അമ്മയ്ക്ക് മാത്രമേ മീൻ ഇഷ്ടാവുള്ളൂ എന്നാ കരുതിയേ. ഇനി 5 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ആ, ലീനെ, അടുക്കളയിൽ നീ എന്താ ചെയ്തിരിക്കുന്നേ? അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അമ്മയ്ക്ക് സുഖമില്ലല്ലോ. ഇതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. എനിക്ക് അസുഖം ഭേദമായല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ലീനെ. വേണ്ട അമ്മ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ നല്ല പാചകം ഉണ്ടാക്കി തരാം. അമ്മേ, മീൻ നല്ലതല്ലായിരുന്നിട്ട് എന്തിനാ നന്നായിരുന്നെന്ന് പറഞ്ഞേ? നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതെങ്ങനെയാ നല്ലതല്ലെന്ന് പറയാ? ഇന്ന് ഞാൻ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കഴിച്ചു നോക്കിക്കേ. ആ, എനിക്ക് മീനിന്റെ തലേന്ന് വെച്ചാൽ വലിയ ഇഷ്ടാ. എനിക്കൊരു കഷ്ണം തരുമോ? എരിവ് സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല മോളെ, വളരെ നന്നായിട്ടുണ്ട്. മായം മായം മായം, ജാലം ജാലം ജാലം, മനസ്സിനുള്ളിൽ